ഓരോ പ്രഭാതങ്ങളും സന്തോഷം നിറഞ്ഞാവട്ടെ അല്ലേ? അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത് കേട്ടോ. രാവിലത്തെ ആ ഒരു സമയം നമുക്ക് നല്ലൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ ഒരു ഡേ ഫുള്ള് നമുക്കുണ്ടാവുക. നമ്മുടെ മൈൻഡ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയിൽ നോക്കുമ്പോൾ നിറയെ വിത്തുകളായിട്ടുണ്ട്. വിത്തുകളുടെ കളിയാണ്. അപ്പം ഈ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർക്ക് കുറച്ച് കൊടുത്തയക്കാൻ ഞാൻ വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് ഞാൻ ഒരു ചെടി മാത്രമായിട്ട് വെച്ചിട്ടുള്ളതല്ല. ഒരു കുഴിക്കകത്ത് 3 കളർ ഒരുമിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്താ ഇതിൻ്റെ ഒരു സംഗതി എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഇതുവരെ ഇതിങ്ങനെ മേലോട്ട് ക്രീപ്പർ പോലെ ഇങ്ങനെ പോയിട്ടില്ല. ഞാൻ വടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കുറ്റിച്ചെടി പോലെ നിൽക്കുന്നുള്ളൂ. ശരിക്കും ശംഖുപുഷ്പം കയറി ഇങ്ങനെ ക്രീപ്പറായിട്ട് പോകുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ കുറ്റിച്ചെടി പോലെ നിൽക്കുന്നത് കേട്ടോ. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വളരുമായിരിക്കും. കാരണം ആദ്യം ഞാനിത് നല്ല നീണ്ട് ഇങ്ങനെ വള്ളി പോലെ പോകുന്ന സമയത്ത് ഇതിന്ന് ക്രോപ്പ് ചെയ്ത് നിർത്തി കൊടുത്തിരുന്നു. കാരണം എന്താ വെച്ചാൽ അന്ന് ഇത് പടർന്നിട്ട് മറ്റുള്ള ചെടികളിലേക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ട് മറ്റുള്ള ചെടികളെ മറച്ചുകൊണ്ട് ഇതിങ്ങനെ വളർന്നു പോവാണ്. അപ്പോൾ ഞാനത് വെട്ടിക്കളഞ്ഞ് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്തി. അതിന് ശേഷം ഈ പുള്ളി ക്രീപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനെ ബുഷായിട്ടേ നിൽക്കുന്നുള്ളൂ. പൂവിടുന്നൊക്കെയുണ്ട്. അപ്പോൾ എൻ്റെ ഇതിനകത്ത് 3 കളറുകളാണ് ഉള്ളത്. ഒന്ന് ഈ ഒരു ലൈറ്റ് ഒരു വയലറ്റ് എന്ന് പറയാനുള്ള ഒരു ലാവൻഡർ പോലത്തെ ഒരു ലൈലാക്ക് പോലത്തെ ഒരു കളറ്, പിന്നെ വൈറ്റ് ഉണ്ട് എൻ്റെ അടുത്ത്, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ നമ്മൾ എന്നിട്ടേ പണ്ടേ കേൾക്കുന്നതും കാണുന്നതായിട്ടുള്ളൊരു കളറ്. ഇങ്ങനെ 3 കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഞാൻ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ വീട്ടിലെ ചെടി അങ്ങനെ തന്നെ നശിച്ചു പോയി. അപ്പോൾ ഇവിടുന്ന് വിത്ത് അമ്മയ്ക്ക് കൊടുത്തയക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടിയെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ബ്ലൂ കളറുള്ള ഈ പൂവില്ലേ, ഈ പൂവ് എടുത്തിട്ട് അത് വെള്ളത്തിൽ തിളപ്പിച്ച് അതിലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇടിയപ്പവും ഇഡലിയും പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. നല്ല രസമുള്ള കളറായതുകൊണ്ട് കുട്ടികളെ പറ്റിക്കാനും കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാനൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടെക്നിക്ക്. ശംഖുപുഷ്പത്തിൻ്റെ ഈ തൈ ചെറുതാണെങ്കിലും ഇതിനകത്ത് ഒരുപാട് വിത്തുകൾ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പൊട്ടിക്കാൻ നിന്ന് ഞാൻ നേരം വൈകും. അതുകൊണ്ട് ഞാൻ മക്കളെ വിളിച്ചിട്ട് നിങ്ങളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, അമ്മയ്ക്കൊന്ന് പൊട്ടിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ നിമിഷ നേരം കൊണ്ട് മിഷ്യൻ കട്ട് ചെയ്യുന്ന പോലെ കുറേ വിത്തുകളങ്ങ് പറിച്ചതേ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ വരാന്തയിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു കേട്ടോ. 3 കളറും മിക്സ് ആയിട്ടുള്ള വിത്തുകളാണ്. ഇതിപ്പോൾ ഏതിൽ നിന്ന് എന്ത് പറിച്ചു എന്നുള്ളതൊന്നും അറിയില്ല. പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാനിത് മൊത്തത്തിൽ അമ്മയ്ക്ക് കൊടുത്തു വിടാൻ പോവാണ്. ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുകൊണ്ട് മക്കൾ തമ്മിൽ അടിയായി. ഞാൻ ചെയ്യാം, ഞാൻ പിടിക്കാം, നീ അവിടെ വയ്ക്കുക, ഞാൻ എടുക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് തല്ലുകൂട്ടായിരുന്നു. അതിനുശേഷം അതൊക്കെ മാറി ഓരോരുത്തരായിട്ട് എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലും എത്തി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അമ്മയ്ക്ക് കൊടുത്തിട്ട് പിന്നെ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ഗ്രീൻ പീസ് കറിയും, തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗ്രീൻ പീസ് കറിയും ഇന്ന് ഉതിർപ്പുട്ടും കൂടി ഉണ്ടാക്കാൻ തന്നെ വിചാരിക്കണം കേട്ടോ. ഉതിർപ്പുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് കുറ്റിയിൽ ഉണ്ടാക്കാണ്ട് നേരിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. പെട്ടെന്ന് നമ്മുടെ പണിയും കഴിയും. അതുപോലെ ഗ്യാസ് ഭയങ്കര ലാഭമാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയല്ലേ, ഗ്യാസ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ രീതിയിലൊക്കെ പുട്ടുണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും. മാത്രമല്ല സമയം കുറേ നമുക്ക് ലാഭമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കറി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. അതിൽ 1.5 സവാള ഞാൻ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഇട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കറിക്ക് സവാള ഗ്രീൻ പീസിൻ്റെ കൂടെ ഇട്ട് തന്നെ വേവിക്കണം. അപ്പോഴാണ് എൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഞാനിതിൽ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ തേങ്ങ പോലും അരയ്ക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് പുട്ടിനുള്ള ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത് ഞാൻ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു കറിയാണ്. ഗ്രീൻ പീസ് കഴിക്കാത്തവർ പോലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല അടിപൊളി കറിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിതിലൊരു 1.5 സവാള ഇതുപോലെ ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഓരിട്ട് വേവിക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെയാണെങ്കിലും ഉടഞ്ഞ് ശരിക്കും അതിൽ വെന്തലിഞ്ഞ് പോകുന്ന കാര്യമായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു 5-6 അല്ലി നല്ല വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവുകയാണേ. നമ്മൾ ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നികക്കെ നിൽക്കുന്നതിനാണ് ഒരല്പം കൂടി മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് 1.5 സവാളയും 2 പച്ചമുളകും പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കുക. വേണമെങ്കിൽ ഒരല്പം എണ്ണയും കൂടി ചേർക്കാം. അപ്പോൾ നമുക്കിങ്ങനെ പുറത്തേക്ക് തെറിക്കില്ല ഇത് വിസിലടിക്കുന്ന സമയത്ത്. എന്നിട്ട് ഇത് കുക്കർ അടച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്തുടയണം കേട്ടോ. ഇപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ഗ്രീൻ പീസ് ഒന്നും അത്ര നന്നായിട്ട് വേവുന്ന ഗ്രീൻ പീസ് അല്ല. അപ്പോൾ ഞാനൊരു 10 വിസിലെങ്കിലും മീഡിയം അല്ല ലോ ഫ്ലെയിമിൽ കൊടുത്തിട്ടാണ് ശരിക്കും ഇത് വേവിച്ചെടുക്കാറ്. എന്നിട്ട് പിന്നെ ഉടച്ചെടുക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് ഉടഞ്ഞ് കിട്ടുന്നത് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ചില സമയത്ത് കിട്ടുന്ന ഗ്രീൻ പീസ് നല്ലപോലെ ഒറ്റ വിസിലിൽ ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഒരൊറ്റ വിസിലിൽ അടിച്ചെടുത്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ
ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒട്ടും വേവുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് വേണമെങ്കിൽ സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും കേട്ടോ. എന്ത് വേവാത്ത പയറുവർഗ്ഗമാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതുപോലെ ചില കടലൊന്നും അങ്ങനെ വേവില്ലല്ലോ. അപ്പോൾ ഒരു നുള്ള് പോലും വേണ്ട, അത്രയും കുറച്ചിട്ടാൽ മതി. അത് നല്ലതായിട്ട് അങ്ങോട്ട് വെന്തുടഞ്ഞ് രീതിയിൽ വരും. ഇനി നമ്മുടെ ഈസി പുട്ടുണ്ടാക്കാനായിട്ട് നമ്മളൊരു ബേസിനിലേക്ക് 2 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ലേശം തേങ്ങ ചിരകിയതും കൂടി ഒരു പിടിയോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങയും കൂടി ചേർത്ത് നനയ്ക്കുമ്പോൾ പുട്ടിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു സോഫ്റ്റ്നെസ്സും കൂടും. ഈ തേങ്ങാപ്പാലും ഒക്കെ അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. വെന്ത് വരുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി അതിലേക്ക് സാധാ ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളവും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുകയാണേ. ഈ പുട്ട് എപ്പോൾ പൊടി നനയ്ക്കാൻ നിന്നാലും എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നൊരു കാര്യം പണ്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു അബദ്ധമാണ് കേട്ടോ. ഏറ്റവും ഫസ്റ്റ് ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൊടി നനയ്ക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞ അമ്മയ്ക്ക് തന്നു. ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ ഇളക്കലാണ്, ഒറ്റ ഒരു മിക്സിങ്ങിൽ സ്പീഡിലങ്ങ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് പൊടി തെറിച്ചിട്ട് ചുറ്റും പുറം മുഴുവൻ അവ താഴെയൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് നല്ല വഴക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞാണ് പുട്ടുപൊടി നനയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതുപോലെ പയ്യെ പയ്യെ കുറച്ച് വെള്ളം ചേർത്ത് നനയ്ക്കാൻ വേണ്ടി പറയും. അന്നത് ആ ഒരു രീതിയിൽ ശീലിച്ച് പോകുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പുട്ടുപൊടി ഒട്ടും പുറത്ത് പോകാതെ ചെയ്യാൻ പറ്റാറുണ്ട്. ചിലരൊക്കെ ചെയ്യുന്ന സമയത്ത് ഫുള്ള് പൊടി താഴെ പോയിട്ട് വൃത്തികേടാവുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ശീലിക്കുന്നത് അത് തന്നെയായിരിക്കും അവസാനം വരെ നമ്മുടെ ശീലം എന്ന് പറയുന്നത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോഴും അതുപോലെ തന്നെ കുറേ പൊടി ഞാൻ വേസ്റ്റാക്കി അങ്ങനെ ആ രീതിയിൽ തന്നെ എൻ്റെ കുക്കിംഗ് സ്റ്റൈലൊക്കെ കേട്ടോ. അപ്പോൾ ചില മാറ്റങ്ങൾ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് അത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ഉപകരിക്കും എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ദേവ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉടയുന്ന രീതിയിലായിട്ടുണ്ട്. പക്ഷേ എന്നാലും നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം, കാരണം നമ്മൾ തേങ്ങ ചേർക്കാത്ത കറിയല്ലേ. അപ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടാനും ഈ കറി വെള്ളം പോലെ ഇരിക്കാണ്ടിരിക്കാനൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണത്. ടേസ്റ്റ് കൂടുകയും ചെയ്യട്ടെ എങ്ങനെയാകുമ്പോൾ. അപ്പോൾ ഞാനിതൊരു പൊട്ടാറ്റോ മാഷർ വെച്ചിട്ട് നന്നായിട്ട് കുക്കറിൻ്റെ അകത്ത് തന്നെ വെച്ച് നന്നായിട്ട് ഉടച്ച് ഒന്ന് കലക്കിയെടുക്കാൻ കേട്ടോ. ഇതൊക്കെ ഒരു മുക്കാൽ പാത്രം നന്നായിട്ട് ഉടഞ്ഞ് കലങ്ങിയ രീതിയിൽ വരണം. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു പകുതി സവോള ഉണ്ടല്ലോ, 2 എടുത്തതിൽ 1.5 നമ്മൾ കറിയിലേക്ക് ഇട്ട് വേവിക്കുമ്പോൾ എടുത്ത് ബാക്കിയുള്ള അര കഷ്ണമല്ലേ അതരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതില്ല അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. മൂപ്പിച്ചെടുക്കാന്ന് പറയുമ്പോൾ ഉള്ളി നന്നായിട്ട് ഒരു ഇളം തീയിൽ കിടന്ന് വെന്ത് വാടി സോഫ്റ്റായിട്ട് വരണം. തീ കൂട്ടിയിട്ടാൽ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുക. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തിയതിൽ അങ്ങനെയാണ് ആ ഒരു അളവിലാണ് ചേർക്കണം കേട്ടോ. കാരണം ഇതിൽ ഇത്തിരി എരിവ് മുന്നോട്ട് നിൽക്കണം, എന്നാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് ഇത് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ പീസില്ലേ ഉടച്ചെടുത്തത് അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 2 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഷുഗറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറേ സമയം നമ്മളിങ്ങനെ പുട്ടിൻ്റെ കുറ്റി എടുത്തിട്ട് നിറയ്ക്കലും എടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ടൈം കുറേ വേസ്റ്റ് ആകും. നമുക്ക് ഗ്യാസ് കിട്ടാനിപ്പോൾ ബുദ്ധിമുട്ടുമല്ലേ. ഗ്യാസിന് നല്ല ക്ഷാമമുള്ള സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പപ്പണി കേട്ടോ ഇത്. അപ്പോൾ സ്റ്റീമറിൽ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടാവും, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അറിയാത്തവർ കേട്ടോ, എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും എന്തായാലും. അപ്പോൾ ഇതേ സ്റ്റീമറിൽ നന്നായിട്ട് ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള പുട്ടില്ലേ ആ പുട്ടിൻ്റെ പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഒരല്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മളിതാ ആ പുട്ടുപൊടി നനച്ച് അങ്ങനെ ഇട്ട് കൊടുക്കണം. ഒരു പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ച് അങ്ങനെ അങ്ങോട്ട് മൊത്തത്തിലിടണ്ട, അപ്പോൾ ഒരു അട പോലെ ഇരിക്കും വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ഒരു പകുതിയോളം ഇട്ടിട്ട് നമ്മളതിൻ്റെ സെൻറ്ററിൽ സ്പൂൺ കൊണ്ട് തന്നെ ഒരു ചെറിയ ഹോള് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആവി അങ്ങനെ മേലോട്ടേക്ക് വന്ന് എല്ലാവരുടെയും നന്നായി വെന്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണേ. ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് പുട്ട് വെന്ത് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ടൗണിലൊക്കെ പോകാനുള്ളൊരു ദിവസമാണ്, അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.